എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. Environmental accounting is one of the important management systems to enable improvement of economic and environmental performance of a business firm. എന്ന് വെച്ചാൽ ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഗ്രീൻ അക്കൗണ്ടിങ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇവിടെ നോക്കുന്നത് എക്കണോമിക് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ആണ് ഓഫ് എ ബിസിനസ് ഫേം. ഒരു ബിസിനസ് ഫേമിൻ്റെ എൻവയോൺമെൻറ്റ് പെർഫോമൻസ് ആണ് എന്തിനു വേണ്ടിയിട്ട്, അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ്. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഗ്രീൻ അക്കൗണ്ടിങ്. Environmental accounting is a new branch of accounting that aims at accounting for environment and Earth's well-being so that it reflects the use and depletion of natural resources. ഇത് ഒരു ന്യൂ ബ്രാഞ്ചാണെന്ന് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ എയിം എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഫോർ ദി എൻവയോൺമെൻറ്റ് ആൻഡ് ഇറ്റ്സ് വെൽബീങ്, ചുറ്റുപാടുകൾ നല്ല രീതിയിൽ വിലയിരുത്തുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് യൂസ് ആൻഡ് ഡിപ്ലഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ നാച്ചുറൽ റിസോഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഇല്ലാതായി തീരും, ഡിപ്രഷൻ സംഭവിക്കാൻ പോകുന്ന നാച്ചുറൽ റിസോഴ്സസ് ഏതൊക്കെയെന്നൊക്കെ വിലയിരുത്തുക എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക, അതാണ് പറയണത്. ദിസ് കോൺസെപ്റ്റ് മെയിൻലി ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഫോർ എൻവയോൺമെൻറ്റൽ കോസ്റ്റ്. ഇനി നമുക്ക് ഡെഫിനിഷൻ എന്താ നോക്കാം. According to Stalteger, environmental accounting may be defined as a branch of accounting that includes the activities, methods, and systems that record, analyze, and disclose the environmental problems of a defined economic system or the economic effects of an environmental activity. ഇതിൽ പറയുന്നത് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത്? ആക്ടിവിറ്റീസ്, മെത്തേഡ്സ് ആൻഡ് സിസ്റ്റം. ഈ ആക്ടിവിറ്റീസും മെത്തേഡ്സും സിസ്റ്റംസൊക്കെ റെക്കോർഡ് ചെയ്യുക ആൻഡ് അനലൈസ് ആൻഡ് ഡിസ്ക്ലോസ് ദ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഓഫ് എ ഡിഫൈൻഡ് എക്കണോമിക് സിസ്റ്റം ഓർ ദ എക്കണോമിക് എഫക്ട്സ് ഓഫ് ആൻ എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ഫീച്ചേഴ്സ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഈസ് എ ഇൻക്ലൂസീവ് ഫീൽഡ് ഓഫ് അക്കൗണ്ടിങ്. Second one, it provides reports for both internal and external use. Third one, it helps to generate environmental information which is helpful for making management decision on pricing, controlling overhead and capital budgeting and external use. Disclose environmental information of interest to the public and to the financial community. ഇത് എൻവയോൺമെൻറ്റ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് അത് എന്തിനാന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്തിനൊക്കെ കുറിച്ചിട്ടുള്ള പ്രൈസിങ്, അതേപോലെ കൺട്രോളിങ് ഓവർ ഹെഡ് ആൻഡ് ക്യാപിറ്റൽ ബജറ്റ്. പിന്നെ അതേപോലെ എക്സ്റ്റേണൽ യൂസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിസ്ക്ലോസ് എൻവയോൺമെൻറ്റൽ ഇൻഫർമേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ടു ദ പബ്ലിക് ആൻഡ് ടു ദ ഫിനാൻഷ്യൽ കമ്മ്യൂണിറ്റി. പിന്നെ നാലാമത്തത്, ദിസ് അക്കൗണ്ടിങ് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ് ആൻഡ് അലോക്കേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ്, ദ കോമ്പിനേഷൻ ഓഫ് ദിസ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻ ടു ദ ബിസിനസ് ഡിസിഷൻ ആൻഡ് ദ കോൺസിക്വൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ടു കമ്പനീസ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഇൻഫർമേഷൻ കമ്മ്യൂണിറ്റി ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. First one, taking the total stock of the assets or reserves related to environmental issue and changes therein. Second one, the estimation of total expenditure of protection or improvement of environment. Third one, to identify that the part of GDP which reflects the cost necessary to compensate for the negative impact of എക്കണോമിക് ഗ്രോത്ത്, ദാറ്റ് ഈസ് ദ ഡിഫൻസീവ് എക്സ്പെൻഡിച്ചർ ടു പ്രൊട്ടക്റ്റ് എൻവയോൺമെൻറ്റ്. അതിൽ പറയുന്നത് എക്കണോമിക് ഗ്രോത്തിൻ്റെ നെഗറ്റീവ് ഗ്രോത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നാച്ചുറൽ റിസോഴ്സസ് ഉള്ള കാരണം കൊണ്ട് ചിലവ് കുറഞ്ഞ രീതിയിലേക്കാണ് നമ്മൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഒരു കൺട്രീനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ GDP റേറ്റാണ് എക്കണോമിക് ഗ്രോത്തിനെ നയിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം GDP റേറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് വന്നത്. എക്കണോമിക് ഗ്രോത്തിനെ നെഗറ്റീവായിട്ട് എന്തുകൊണ്ട് നയിക്കണം എന്ന് നമുക്ക് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയണത്. പിന്നെ ഫോർത്ത് വൺ, ഗ്രീൻ അക്കൗണ്ടിങ് എസ്റ്റാബ്ലിഷസ് എ ലിങ്കേജ് ബിറ്റ്വീൻ ഫിസിക്കൽ റിസോഴ്സ് അക്കൗണ്ട്സ് ആൻഡ് ദ മോണിറ്ററി എൻവയോൺമെൻറ്റൽ അക്കൗണ്ട്സ്.
വെച്ചാൽ ഇത് ലിങ്കേജ് ഉണ്ടാക്കും. ഫിസിക്കൽ റിസോഴ്സ് അക്കൗണ്ടും അതേപോലെ മോണിറ്ററി എൻവയോൺമെൻറ്റൽ അക്കൗണ്ട്സുമായിട്ടൊരു ലിങ്കേജ് ഉണ്ടാക്കും എന്നാണ് പറയണത്. പിന്നെ ലാസ്റ്റ് വൺ, it provides data which reflects both the contribution of natural resources to economic growth, well-being, and the cost imposed by pollution or resource degradation. ഇതിൽ പറയണത് എക്കണോമിക് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യും. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയി കൊടുക്കുന്നത് നാച്ചുറൽ റിസോഴ്സസിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ്. പിന്നെ എക്കണോമിക് വെൽബീയിങ് എന്ത് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നതെന്ന് ഇതിൽ പറയുന്നുണ്ട്. ഒരു റിസോഴ്സസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്താണ്, അത് മൂലം ഉണ്ടാകുന്ന പൊല്യൂഷൻ എന്തൊക്കെയാണ് നമുക്കിതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓഫ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് environmental management accounting. Management accounting with a particular focus on material and energy flow information and environmental cost information. ഇത് ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽ ആൻഡ് എനർജി ഫ്ലോ ഇൻഫർമേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ഇൻഫർമേഷനാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അത് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ഫസ്റ്റ് വൺ സെഗ്മെൻറ്റ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. This is an internal environmental accounting. ഇതൊരു internal environmental accounting device ആണ് to select an investment activity or a project related to environmental conservation from among all the process of operations and to evaluate environmental effects of a certain period. പിന്നെ അതിൽ രണ്ടാമത്തത് എക്കോ ബാലൻസ് എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്. Those tools to support PDCA for sustainable environmental management activities. Third one is corporate environmental accounting. This tool is inform the public the relevant information complied in accordance with the environmental accounting. അത് ഇൻഫോർമേഷൻ പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പബ്ലിക്കിന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. It should be called as corporate environmental reporting. നമുക്ക് സെക്കൻഡ് വൺ എന്താ നോക്കാം. Environmental financial accounting. It is the national level accounting with a particular focus reporting environmental liability cost and other significant environmental cost. Third one is environmental national accounting. It is a national level accounting with a particular focus on natural resources, stocks and flows, environmental cost and externality cost, etc. Accounting at corporate level നോക്കാം. Environmental accounting helps to know whether a corporation has been discharging its responsibilities towards environment or not. A company has to fulfill following environmental responsibilities. First one, to meet regulatory requirements or exceeding that expectation. Second one is to clean up pollution that already exists and properly disposing of dangerous materials. ഈ പൊല്യൂട്ടൻസ് മൂലമൊക്കെ ഉണ്ടായ കമ്പനികളിൽ വേസ്റ്റ് ഡിസ്പോസിബിളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്നും അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒക്കെ നമുക്ക് ഈ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഡിസ്ക്ലോസ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ബോത്ത് പൊട്ടൻഷ്യൽ ആൻഡ് കറൻറ്റ് ദ എമൗണ്ട് ആൻഡ് ദ നേച്ചർ ഓഫ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ടേക്കൺ ബൈ ദ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് എത്രത്തോളം എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുള്ളത് എന്നുള്ള ഇൻഫർമേഷന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്യാം. പിന്നെ ടു ഓപ്പറേറ്റ് ഇൻ എ വേ ദാറ്റ് ദോസ് എൻവയോൺമെൻറ്റ് ഡാമേജസ് ഡു നോട്ട് ഒക്കർ. പിന്നെ ടു പ്രൊമോട്ട് എ കമ്പനി ഹാവിങ് വൈഡ് എൻവയോൺമെൻറ്റൽ അവെയർനെസ്, വൈഡായിട്ട് എൻവയോൺമെൻറ്റ് അവെയർനെസ് കൊടുക്കാം. പിന്നെ കൺട്രോൾ ഓവർ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഫോർ റോ മെറ്റീരിയൽസ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ ലയബിലിറ്റി. അക്കൗണ്ടിങ് എന്താണെന്ന് നോക്കാം. First one, it helps to measure environmental problems, impact on each and every process and operation on the air, water, soil, workers' health and safety and the society at large. Second one is, it helps to measure organizations' environmental performance. Third one is, it helps an indication to the effectiveness of environmental management and suggests how it can be improved. And fourth one is, it provides a database for corrective actions
and future plans and identify the area where the steps have to be taken to reduce waste, raw materials and energy consumption. പിന്നെ the accounting system helps to detect any leakage spills or any such problems with the operation and process at an early stage, thus reducing the risk of future problems. And the last one is the problem of environmental system helps the management to develop its environmental strategy for moving towards a greener corporate culture. Environmental accountingൻ്റെ ലിമിറ്റേഷൻസ് എന്താ നോക്കാം. ഫസ്റ്റ് വൺ, ദർ ഇസ് നോ സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് മെത്തേഡ്. ഇതിനൊരു സ്റ്റാൻഡേർഡ് അക്കൗണ്ടിങ് മെത്തേഡ് ഇല്ല. സെക്കൻഡ് വൺ ഇസ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഫേംസ് ടു കൺട്രീസ് ഇസ് നോട്ട് പോസിബിൾ ഇഫ് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ഡിഫറെൻറ്റ് വിച്ച് ഇസ് ക്വൈറ്റ് ക്ലിയർ. പിന്നെ ഇൻപുട്ട് ഫോർ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് ഈസ് നോട്ട് ഈസിലി അവൈലബിൾ ബിക്കോസ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് റെലവൻറ്റ് ടു ദ എൻവയോൺമെൻറ്റ് ആർ നോട്ട് ഈസിലി മെഷറബിൾ. പിന്നെ environmental accounting is long term process, therefore draw a conclusion with help of it is not easy. ഇതൊരു ലോങ് ടേം പ്രോസസ്സ് ആയതുകൊണ്ട് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് കനോട്ട് വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി, ഇറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വിച്ച് ഈസ് നോട്ട് ഈസി. പിന്നെ അതിൽ ലാസ്റ്റ് വൺ, ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ കണ്ടെയ്നർ in the environmental accounting needs adequate knowledge of process of environmental accounting as well as rules and regulations prevail in that country either directly or indirectly related to the environmental aspects. എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിനെ കുറിച്ചുള്ള നോളേജ് ഉണ്ടാവും വേണം. പിന്നെ ആ കൺട്രിയിൽ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അറിയും വേണം എന്നാണ് പറയുന്നത്.